ഒലക്കര മൂട്. അയ്യയ്യോ അയ്യയ്യോ കഷ്ടപ്പാടിൻ കൂത്ത്, കണ്ണീലോ കണ്ണീരിൻ പെരുമാഴി, എങ്ങാണടോ ഏതാണിടോ എങ്ങാണിടോ ഒരു കച്ചിത്തുരുമ്പ്, അയ്യോ അയ്യേ കാല് രണ്ടും കൂട്ടി കെട്ടി തെക്കേ ദിക്കിൽ എവിടേലും കുയിമാന്ത. കോൺഗ്രസിന് കുഴിമാന്താറായോ? നിങ്ങളുടെ കെപ്പിത്തൻ നിന്നും കിടന്നും വട്ടത്തിലും നീളത്തിലും ഒക്കെ നാണം കെടുകയാണല്ലോ രമണ ഉത്തമന്മാരെ. എവിടെ നാണം കിട്ട്? ശക്തമായ പ്രതിപക്ഷത്തെ നിങ്ങൾ കാണുന്നില്ലേ? എവിടെ? ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ. നിയമസഭ തുടങ്ങിയത് മുതൽ നിങ്ങൾ തേഞ്ഞൊട്ടുന്ന കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പോട്ടെ, നമ്മളിപ്പോ അതല്ല പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ പിണറായി വിജയനെയും എം വി ഗോവിന്ദനെയും ഒതുക്കാൻ എം എ ബേബിയുടെ നേതൃത്വത്തിൽ ഒരു പുതുചേരി ഉയർന്നു വരുന്നു എന്നുള്ളൊരു കരക്കമ്പി ഉണ്ട്. കരക്കമ്പിയല്ലേ? വിശ്വസിക്കണ്ട. അതിന്റെ ഭാഗമായിരുന്നു നിയമസഭയിൽ കെ എൻ ബാലഗോപാൽ പിണറായിയെ ചവിട്ടി കൂട്ടിയത് എന്നാണ് ഇപ്പോൾ കരക്കമ്പി. ഒന്ന് പറഞ്ഞതാണോ ഇത്ര വലിയ? അയ്യോ, ശബ്ദിക്കൂന്നല്ല പറഞ്ഞത്. എന്തിനാ കേട്ടോണ്ടിരിക്കുന്നത്? എന്തായാലും വാ തുറന്ന് പറയാനല്ലേ പറഞ്ഞത്. കെ എൻ ബാലഗോപാൽ മനുഷ്യനല്ലേ, എല്ലാം ശ്രദ്ധിക്കാൻ പറ്റുമോ? അങ്ങനെ ശ്രദ്ധിക്കാതെ പറ്റിപ്പോയ അബദ്ധം. എന്നിട്ടും പിണറായി വിജയനെ കെ എൻ ബാലഗോപാൽ എടുത്തു പൊറോട്ട അടിച്ചിട്ടും CPM-ലെ ഒരു നേതാക്കൾ കെ എൻ ബാലഗോപാലിനെ തിരുത്തിയില്ല. കെ എൻ ബാലഗോപാൽ ആ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞില്ല. പിണറായി വിജയന്റെ ആ ഇരിപ്പ് കണ്ട് ദയനീയത തോന്നി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇടപെട്ടത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേട്ടായിരുന്നു. ബാലഗോപാൽ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. CPM-ന്റെ ഒരു മുതിർന്ന നേതാവല്ലേ, ഒരു നിയമസഭാ സാമാജികനല്ലേ, അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നോ എന്ന് നിങ്ങളുടെ എതിർ ടീം പറഞ്ഞു. സ്വയം പ്രഖ്യാപിത പ്രതിപക്ഷ നേതാവ് കെ എൻ ബാലഗോപാൽ. സ്വയം പ്രഖ്യാപിതയോ? നല്ല ഒന്നാം തരം കഴിവുള്ള ഒരേ ഒരാൾ അദ്ദേഹം ആയിരുന്നു പ്രതിപക്ഷ നേതാവുണ്ടല്ലോ. പിന്നെ എന്തിനാ? അയ്യോ, ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല, അറിയുന്നില്ല. സർക്കാരിനെ കടന്നാക്രമിച്ചു കൊണ്ടിരുന്ന കെ എൻ ബാലഗോപാലിനെ തിരുത്താൻ നിയമസഭയിൽ ശ്രമിച്ചു. പിണറായിയെ പഠിപ്പിക്കാൻ ഇവിടെ ആരും വരണ്ടോ? വി ഡി സതീശന്റെ ബി ടീമായിട്ട് നിങ്ങളുടെ പിണറായി മാറിയോ? വി ഡി സതീശൻ പിണറായിയെ സംരക്ഷിക്കുന്നു, പിണറായി വി ഡി സതീശനെ സംരക്ഷിക്കുന്നു. ഇതിനാണോ നിങ്ങൾ നിയമസഭ ചേരുന്നത്? അവർ തമ്മിലൊരു കിടപ്പോശ് അങ്ങനെയാണ്. അയ്യേ, നിങ്ങളുടെ ഒത്തുകളി നടത്താനുള്ള സ്ഥലമല്ല നിയമസഭ. ഒത്തുകളി കെ എൻ ബാലഗോപാൽ സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഇടപെട്ട് പിണറായി വിജയൻ വിട്ടുവിട്ട് അങ്ങനെയൊന്നും പറയണ്ട. ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ഒരു സമാധാനപരമായിട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് പിടിക്കുന്നില്ല. ഞങ്ങൾ അക്രമം ഉണ്ടാക്കണോ? അക്രമം ഉണ്ടാക്കണ്ട, പറയേണ്ട കാര്യം വാ തുറന്ന് പറയണ്ടേ? അതുപോലും മണയുന്നില്ല. പിന്നെ എന്തിനാ പ്രതിപക്ഷ നേതാവായിട്ട് അവിടെ ഇരിക്കുന്നത്? ഞങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് ഈ കേരളം. വി ഡി സതീശന്റെ മുൻപിൽ നിരന്തരം അടിയേറ്റ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷം നിന്ന് നാണം കെടും. ഞങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ ശക്തമായ പ്രതിപക്ഷത്തെ കാണേണ്ടി വരും. അക്രമം കൊണ്ട് നിറയും. അത് വേണോ? 18ാമത്തെ അടവെന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് മോങ്ങുന്നതാണല്ലോ നിങ്ങൾ പുറത്തെടുത്തത്. അത് പിന്നെ ഞങ്ങൾ രാവിലെ ആകുമ്പോൾ നിയമസഭയിൽ കൊണ്ടുവയ്ക്കുക, നിയമസഭ കഴിയുമ്പോൾ എടുത്തോണ്ട് പോവുക, വീണ്ടും പിറ്റേന്ന് കൊണ്ടുവയ്ക്കുക, പിന്നെ എടുത്തോണ്ട്. ഇത് എന്തൊരു പ്രതിപക്ഷ നേതാവാണോ ഇത്? അതിലും ഭേദം കെ എൻ ബാലഗോപാലിനെ പ്രതിപക്ഷ നേതാവ് ആക്കിക്കൂടായിരുന്നോ? സ്വയം പ്രഖ്യാപിത പ്രതിപക്ഷ നേതാവ് ഉണ്ട്. അത് ആ വി ഡി സതീശന്റെ മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കെ എൻ ബാലഗോപാലിനെ പോലെ ഒരാള് വേണം. എന്തായാലും പറയുമോ ഇത്? ചുമ്മാ പറയാനുള്ളതൊക്കെ പറയാൻ നിങ്ങൾ കേൾക്കുന്നില്ലേ? എന്ത് പറഞ്ഞു? പറയേണ്ടതൊക്കെ പറയുന്നതെല്ലാം നിങ്ങൾക്ക് തിരിച്ചടിക്കുകയാണ്. ബെക്കാഡിയെ ചെറിയാൻ ചെന്നു. ബെക്കാഡിയുടെ വിഷയത്തിൽ സർക്കാരിനെ ചെറിയാൻ പോയി. പണി കിട്ടിയത് ആർക്കാ? നിങ്ങൾക്ക്. നിങ്ങൾ ബെക്കാഡിയുമായിട്ട് ചിയേഴ്സ് അടിച്ചതിന്റെ കാര്യങ്ങൾ അവരെടുത്ത് പുറത്തിട്ടു. വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ മറ്റേ സർക്കാരിനെ അടിച്ചിരുത്തു എന്ന് പറഞ്ഞു പോയി. രാവിലെ വരുന്നു, മറ്റേ തോക്കിനകത്ത് ഉണ്ട നിറയ്ക്കുന്നു, സ്വന്തം മൂട്ടിൽ വെക്കുന്നു. അതാണ് അവസ്ഥ. വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? വിഴിഞ്ഞത്ത് വിദേശ നിക്ഷേപം കൊണ്ടുവരുന്നതും എംബസിക്ക് മറ്റേ എന്താ നിക്ഷേപം അവരുടെ വിറ്റഴിക്കാൻ ശ്രമിക്കുന്നത് അഴിമതിയാണ്, സർക്കാർ അതിന് കൂട്ടുനിന്നും കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ നെടുനീളത്തിൽ ഒരു ഡയലോഗ് അടിച്ചു. അപ്പൊ നിങ്ങളുടെ മുഖപത്രം ദേശാഭിമാനി എന്തോടെ കാണിച്ചത്? ദേശാഭിമാനി തൊട്ടടുത്ത സെക്കൻഡിൽ വാർത്ത കൊടുക്കുന്നു, വിഴിഞ്ഞത്തേക്ക് വിദേശ നിക്ഷേപം കൊണ്ടുവന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ ഇച്ഛാശക്തി ദാണ്ട കിടക്കുന്ന അടുത്ത വെടി സ്വന്തം മൂട്ടിൽ. അത് ലേഖകന്മാരെ എഴുതുന്നതല്ലേ? അപ്പൊ നിങ്ങളുടെ നയങ്ങളൊന്നും ലേഖകന്മാർ അറിയുന്നില്ല, അവരൊന്നും അറിയുന്നില്ല. വിഴിഞ്ഞ തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം. അപ്പോൾ നിങ്ങളുടെ ദേശാഭിമാനിയിൽ UDF-കാരൻ കയറിയോ? ആണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടാകില്ല. അപ്പൊ പിണറായി അറിയുന്നില്ലേ? ദേശാഭിമാനിയെ ഞങ്ങൾ പിണറായി തള്ളി അറിഞ്ഞില്ല. ഈ നീക്കത്തെ പ്രതിപക്ഷമായി ദേശാഭിമാനി അങ്ങ് പൂട്ടിയോ? ഇല്ല, പൂട്ടിയില്ല. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലിരിപ്പ്. അതാ പറഞ്ഞത്, ഒരു പുതുചേരി രൂപം കൊള്ളുന്നതിന്റെ എല്ലാ
ലക്ഷണവും കാണുന്നുണ്ട്. ഞങ്ങൾക്ക് പേടിയില്ല, ഞങ്ങൾ പിണറായി ആര് പേടിയില്ല. ആര് പിണറായി പക്ഷെ ആകെ 4, 3, 7 പേര് കാണും. ഒന്ന് ഗോവിന്ദൻ, ഒന്ന് പിണറായി, പിന്നെ പിണറായി, പിന്നെ ഗോവിന്ദൻ. എന്നിട്ട് പിണറായി പക്ഷം ഒന്ന്. അയ്യോ, മുട്ടിന്ന് മണ്ണൊലിച്ച് പോയാലും അറിയില്ലെന്ന് തോന്നുന്നു. അയ്യോ, അവർ ശ്രമിക്കുന്ന എന്തിനാണ്? അയ്യോ, അതെല്ലാം പോട്ടെ. എന്നിട്ട് ഇന്ന് എം.വി. ജയരാജൻ വന്നൊരു ഡയലോഗ് അടിക്കുവാണ്. എന്തോന്നറിയാമോ? തെറ്റുതിരുത്തി മറ്റേ കുഞ്ഞികൃഷ്ണനും ടി.കെ. ഗോവിന്ദനും പാർട്ടിയിലേക്ക് തിരികെ വരാവുന്നു. നിങ്ങൾ തെറ്റ് തിരുത്തിയാൽ നിങ്ങൾക്ക് തിരികെ വരാവുന്ന CPM-കാരെല്ലാം കൂടെ കേറി അങ്ങ് പൊങ്കാലയിട്ട് എം.വി. ജയരാജനോട്, നിങ്ങളാണ് തിരുത്തേണ്ടത്, നിങ്ങൾ ഇറങ്ങി പോവുകയെന്ന്. വല്ല കാര്യമുണ്ടോടോ? അവര് നല്ല ഒന്നാം തരം കമ്മ്യൂണിസ്റ്റുകള്, മനസ്സിലായില്ലേ? പാർട്ടിയെ തകർക്കാനുള്ള നീക്കങ്ങൾ ഞങ്ങൾ അനുവദിക്കും. അയ്യോ, പാർട്ടിയെ അല്ല, പിണറായിയെ. പിണറായി നിങ്ങൾ എന്തിനാണ് ഈ എല്ലാ കാലത്തും പിണറായിയെ പൊക്കി പിടിക്കുന്നത്? നിങ്ങൾക്ക് വേറെ നേതാക്കൾ ഇല്ലേടോ? പിന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി അല്ലേ? ഇടോ പിണറായി അത് അധികം ആയുസൊന്നും ഇല്ല കേട്ടോ. യോഗം നടക്കാൻ പോകുന്നുണ്ട്. പിണറായിയെ ചവിട്ടി പുറത്താക്കിയിട്ട് KN ബാലഗോപാലിനെ ആക്കുമെന്നാ തോന്നുന്നത്. MA ബേബി എല്ലാ ഒത്താശയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കാനാണ് താല്പര്യം. തളിപ്പറമ്പിൽ PK ശ്യാമളയ്ക്ക് മറ്റേ സ്ഥാനാർത്ഥിത്വം കൊടുത്തതുപോലെ ഇവരുടെ അഹങ്കാരമായിരുന്നു എന്ന് PB പറയേണ്ടി വന്നിരിക്കുന്നു. നോക്കൂ മനവരെ, അതായത് പണ്ടത്തെ പ്രതാപം ഒന്നും പിണറായിക്കില്ല, മനസ്സിലായില്ലേ? എന്തായിരുന്നു 10 വർഷക്കാലം? ഇന്ദ്രനാണ്, ചന്ദ്രനാണ്, കൊമ്പനാണ്, കർണനാണ്, പിന്നെന്തായിരുന്നു? ക്യാപ്റ്റനാണ്, കപ്പിത്താനാണ്, കുമ്മിയടിക്കുന്നു, തിരുവാതിര കളിക്കുന്നു, കാരണഭൂതനാണ് എന്നൊക്കെ പറഞ്ഞോട്ടെ എന്തൊക്കെയായിരുന്നു. ഇപ്പൊ മാറ്റമൊന്നുമില്ല. അയ്യോ, നല്ല മാറ്റമുണ്ട്. ആരും പുല്ല് വില കൊടുക്കും. അതല്ലേലും മനുഷ്യൻ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഉയരത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ നമ്മൾ കൂടെ ഈ ഉയരത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? വിനയമാകുക. അദ്ദേഹം ഉയരത്തിൽ ഇരിക്കുമ്പോഴും നമ്മൾ എപ്പോഴും താഴ്മയുള്ളവരായിരിക്കണം. പക്ഷെ ഇതങ്ങനെയായിരുന്നോ? എന്തൊക്കെയായിരുന്നു? 40 വണ്ടി പോലീസ്, കരിങ്കൊടി കാണിച്ച പ്രശ്നം, കറുത്ത ഷർട്ട് ഇടുന്നവനെ റോഡിലൂടെ നടന്നാ പിടിച്ചോണ്ട് പോകുന്നു, കറുത്ത കൊട പിടിച്ചവനെ പിടിച്ചോണ്ട് പോകുന്നു, മൈക്കിനകത്തുനിന്ന് ഒരു ഒച്ച വന്നതിന് മൈക്കിനെതിരെ കേസെടുത്തുകൊണ്ട് പോകുന്നു. എന്തൊക്കെയായിരുന്നു രക്ഷാപ്രവർത്തനം? പ്രിയപ്പെട്ട സ്ത്രീ വോട്ടർമാരെ പ്രിയദർശിനി ഉടനെ നിർത്തുമെന്നാണ് പറയുന്നത്. അത് വേറൊരു കാര്യം കൂടെ കേട്ടായിരുന്നു. ഗീനാകുമാരിക്ക് പണി വരുന്നുണ്ട്. ഗവൺമെന്റ് ലീഡറായിരുന്ന ഗീനാകുമാരിക്ക് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു കമ്മിണി എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പടലം തേഞ്ഞൊട്ടുന്നു. പ്രിയദർശിനി 25 എണ്ണം അകത്ത് കിടക്കുന്നു. 25 എണ്ണത്തിന് ഇനി കിട്ടാനുണ്ട്. മൊത്തത്തിൽ പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടി നെഞ്ചും വിരിച്ചു പോയവന്മാരെല്ലാം തേ കിടക്കുന്നു. എന്താണ് ഈ പൂക്കി മുഖ്യമന്ത്രി കാണിക്കുന്നത്? പ്രിയദർശിനി കാരണം എത്ര പ്രൈവറ്റ് ബസ്സുകാരാണ് ദുരിതം അനുഭവിക്കുന്നത് അറിയാമോ? അവരെ കാണാതെ നോക്കാതെ നടപ്പിലാക്കിയ തീരുമാനം തെറ്റാണ്. അത് പറഞ്ഞപ്പോഴാണ് അല്ലല്ല അത് പറഞ്ഞപ്പോഴാണ് പ്രൈവറ്റ് ബസ്സുകാരോട് എനിക്ക് 2 വർത്താനം പറയാനുണ്ട്. എന്തായിരുന്നു പടക്കം? പിണറായിയുടെ സർക്കാർ തോറ്റം നിറഞ്ഞപ്പോഴത്തേക്ക് പടക്കം പൊട്ടിക്കുന്നു, പായസം വിതരണം ചെയ്യുന്നു. പക്ഷെ എല്ലാവരും കുറച്ച് പേരിൽ എങ്ങനെ ചെയ്തുള്ളൂ, എല്ലാവരെയും ഇങ്ങനെ നിങ്ങളാണോ ഇങ്ങനെയൊക്കെ പറയാം? പടക്കം പൊട്ടിച്ചേരാൻ മാറ്റിയത് അല്ലാത്തുള്ളവരെ ഈ കഷ്ടമല്ലേ ആശാൻ അവരെ കാര്യം. ഈ പൂക്കി പുതിയ ആക്ഷൻ ഇട്ടത് കണ്ടില്ലേ? ഇങ്ങനെ എന്റെ നിയമം എന്തൊക്കെ കാണുന്ന കള്ളുകുത്തി നിൽക്കുക, ഒന്നും കാണാൻ പറ്റില്ല. ഓരോ ദിവസം പുള്ളി ഓരോ ആക്ഷൻ എടുത്തത് ഓരോ ദിവസവും പുള്ളി വീട്ടിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. നാളെ ഞാൻ പുറത്തു പോകുമ്പോ ഏത് ആക്ഷൻ ഇടണമെന്ന് ഇങ്ങനെ പച്ചാളം ബാസിയാകുന്നു. നോക്കൂ, നിങ്ങളുടെ സർക്കാരിന്റെ കഴിവ് കേടാണിത്. ഈ ഒരു നിങ്ങൾ കഴിവേറികളായതുകൊണ്ടായിരുന്നല്ലോ 10 വർഷം കഴിയുമ്പോൾ നിങ്ങളെ ചവിട്ടി പുറത്താക്കിയത്. നോക്കൂ, 10 വർഷം ഞങ്ങൾ ഭരിച്ചിട്ട് ഇവിടെ കറണ്ട് പവർ കട്ടില്ലായിരുന്നു. ഞങ്ങൾ തന്നില്ലേ? കട്ടോട് കട്ടോ എന്ത് ചെയ്യാനാണ്? എനിക്കൊന്നും കുറ്റമൊന്നും കാണാൻ പറ്റുന്നില്ല. കട്ടോണ്ട് പോയതിനെ കുറിച്ചൊക്കെ അന്വേഷണം വരുന്നു എന്നാണ് കേൾക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് VD സതീശനിലല്ല പ്രതീക്ഷയുള്ളത്, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയിലാണ് എനിക്ക് പ്രതീക്ഷയുള്ളത്. ഇവിടെ 10 വർഷം നിങ്ങളുടെ മുഖ്യമന്ത്രി ഭരിച്ചല്ല ഇരട്ടച്ചങ്കൻ ഇന്ദ്രനും ചന്ദ്രനും കർണനും ആ പെരുമ്പാവൂരിൽ ഒന്ന് കയറാൻ ധൈര്യം കാണിച്ചായിരുന്നോ? പെരുമ്പാവൂരിൽ കയറാൻ നേരമില്ലായിരുന്നു. പുള്ളിയുടെ കൂടെ പോലീസ് എപ്പോഴും എന്താ പെരുമ്പാവൂരിലോ കണ്ട ഭാര്യമാരെല്ലാം കൂടെ കയറി ഇറങ്ങി നിരങ്ങി അവിടെ ലഹരി കേന്ദ്രമാക്കി മറ്റേ റെഡ് സ്ട്രീറ്റ് ആക്കി മാറ്റി. എന്നിട്ടും നിങ്ങളുടെ 10 വർഷക്കാലത്ത് എന്ത് നടപടി എടുത്തു? എനിക്ക് ആ കാര്യത്തിലുണ്ടല്ലോ രമേശ് ചെന്നിത്തലയ്ക്ക് കയ്യടി കൊടുക്കാതെ ഒരു നിവൃത്തിയില്ല. കാര്യം എന്താണെന്ന് അറിയാമോ? ആ മനുഷ്യന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തൂഫാൻ പരിപാടി സൂപ്പറാണ്. കേരളത്തിന്റെ മുക്കിലും മൂലയിലും നിന്നാണ് ഓരോ അവന്മാരെ ചൂണ്ടിയെടുക്കുന്നത്. ആ കൂട്ടത്തിലാണ് പെരുമ്പാവൂരിൽ ചെന്ന് കയറി അവിടെ എല്ലാത്തിനും ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം വലിയ കാര്യമാണ്. കാരണം സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിക്ക്
പരിഹാരം കാണുന്നതിന് വേണ്ടി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു മികച്ച പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. പിന്തുണ കൊടുക്കണം കേട്ടോ. പ്രിയപ്പെട്ട കാലി വാരരുത്. പിന്തുണ ഞങ്ങളുടെ കൊടുക്കണം. സർക്കാരിന്റെ കാലത്ത് ഓപ്പറേഷൻ ഡീഹണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. കഞ്ചാവ് തന്നെയാണ് പിടികൂടിയത്. MDMA തന്നെയാണ് പിടികൂടിയത്. അതിന്റെ പേര് മറ്റു എന്നിട്ട് നാട് നീളെ പരിപാടി പദ്ധതി മുമ്പോട്ട് പോയായിരുന്നു. ഓരോ ദിവസവും രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും ക്യാരിയർമാരെ പിടിക്കപ്പെടുമ്പോ അവിടെ അങ്ങ് അന്വേഷണം നിർത്തും. അതിന് മുകളിലോട്ട് നിങ്ങൾ പോയായിരുന്നോ? ഞങ്ങൾ സജീവമായി ഓപ്പറേഷൻ ഡീഹണ്ട് ഇവിടെ നടത്തുന്നുണ്ടായിരുന്നു. എടോ പെരുമ്പാവൂരിൽ ശക്തമായ റെയ്ഡ് വേണം, അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ട് സർക്കാർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയായിരുന്നോ? ഓപ്പറേഷൻ ഡീഹണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ നടത്തുന്നു. ഞങ്ങളുടെ സർക്കാർ നടത്തുന്നുണ്ടായിരുന്നു. അത് ആർജവമായിട്ട് നടത്തിയിരുന്നെങ്കിൽ നമ്മൾ കൈയടി കൊടുത്തേനെ. ഞങ്ങൾ ആർജവമായിട്ടാണ് നടത്തുന്നത്. അതെ ആർജവമായിട്ട് നിങ്ങൾ നടത്തി. എന്തുവാന്നറിയാവോ? ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് കൈമടക്ക് മേടിക്കുന്ന പോലീസ്, കഞ്ചാവ് കച്ചവടത്തിന് കൂട്ടുപോകുന്ന പോലീസ്, ചെന്നിത്തലയുടെ പോലീസ് മദ്യപിച്ചു. ആ പോലീസ് ഗ്രൗണ്ടിൽ നിന്ന് മദ്യപിച്ചു. ചവിട്ടി പുറത്താക്കും. എല്ലാത്തിനും ചവിട്ടി പുറത്താക്കും. മോശം തന്നെ. എന്റെ അഭിപ്രായം പോലീസിലെ ക്രിമിനലുകളെ മുഴുവൻ ചവിട്ടി പുറത്താക്കണം. പോലീസിലെ ക്രിമിനൽ ഞങ്ങളുടെ 10 വർഷം പോലെ 1 മാസമല്ലേ ആയുള്ളൂ. കുഴപ്പമില്ല. 1 മാസം കഴിഞ്ഞു. 1.5 മാസമല്ലേ ആയുള്ളൂ. കിടക്കുന്നല്ലോ അങ്ങോട്ട്. ഞങ്ങൾ കണ്ടുപിടിച്ച് വരും. എന്തെങ്കിലും ഞങ്ങൾക്ക് കിട്ടും. അതെ നിങ്ങൾ ഇങ്ങനെ നോക്കിയിരുന്നോ? നിങ്ങളുടെ മൂട്ടി തീ വന്നോണ്ടിരിക്കുക. പ്രിയദർശിനി ഉടനെ നിർത്തുമെന്നാണ് പിണറായി വിജയനെ ചവിട്ടി പുറത്താക്കുമെന്നാ കേൾക്കുന്നത്. ഭയങ്കര നഷ്ടമൊന്നും KSRTC ഇങ്ങനെയാണെങ്കിൽ പക്ഷെ ഉണ്ടല്ലോ, ആ കാര്യത്തിൽ സമ്മതിക്കണം കേട്ടോ. എനിക്ക് ഗണേഷ് കുമാറിനെ പേഴ്സണലി നമ്മൾ എടുക്കണ്ട, പക്ഷെ മന്ത്രി എന്ന നിലയിൽ ആ മനുഷ്യൻ പൊളിയായിരുന്നു കേട്ടോ. ഇനി നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഈ സർക്കാർ KSRTC പടുകുഴിയിലോട്ട് കൊണ്ടിടരുത് പ്ലീസ്. അതേ നമുക്ക് പറയാനുള്ളൂ. അതെ, ഞങ്ങൾക്ക് ഇത് മാത്രമേ തൽക്കാലം കുറ്റമായിട്ട് പറയാനുള്ളൂ. ബാക്കിയൊന്നും അവസരം കിട്ടുന്നില്ല. ഞങ്ങൾ എങ്ങനെ കിട്ടാനാണ്? നിയമസഭയും എല്ലാം പണയണ്ട എഴുന്നേറ്റിരുന്ന ചെല്ലേ കൊണ്ടുവയ്ക്ക് രാവിലെ അങ്ങോട്ട് ചെല്ലോ കേട്ടോ. ഇങ്ങനെ കുബേർ കുഞ്ചിയെ കൊണ്ടുവയ്ക്കൂ എന്നാണ് നാട്ടുകാർ. ആരും കുബേർ കുഞ്ചി? നിങ്ങളുടെ മുഖ്യൻ അല്ല, നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ്. കണ്ടോ, ഇപ്പൊ അത് പോയിട്ടില്ല. പോയിട്ടില്ല. അതങ്ങനെയാണ്. എന്തെന്നാണത് എനിക്ക് ഓരോരോ അവസ്ഥകൾ. അതെങ്ങനെ 10 വർഷം മുഖ്യമന്ത്രി ആയിട്ടിരുന്നല്ലേ, പെട്ടെന്ന് വായിന്ന് പോവില്ല. അതെ, ഓറ മിണ്ടരുത്. ഒരു കുമ്മിയടയും കൂടെ കൊടുക്ക്. ഒലക്കടമുണ്ട്. ഒലക്കട മൂട്.